തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ തുടരന്വേഷണം വഴിമുട്ടി. സാക്ഷിപത്രം നൽകണമെങ്കിൽ പ്രതിയെ മെഡിക്കൽ കോളേജിൽ 10 ദിവസം നിരീക്ഷിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. ഇതോടെ പ്രതി ഹരികുമാറിനെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഇയാളുടെ മാനസിക നില അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്ന സാഹചര്യം എന്താണ്? ശ്രീജ, അത് തന്നെയാണ് ഇപ്പോൾ പോലീസിനെ ആകെ വലച്ചിട്ടുള്ളത്. കാരണം തുടക്കം മുതൽ വിവിധ ചോദ്യോത്തരങ്ങളോട് സഹകരിക്കാതെ മൊഴിമാറ്റം നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രകൃതമായിരുന്നു ഹരികുമാറിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ മാനസിക നില ഒന്ന് പരിശോധിക്കണമെന്ന് ഒരാവശ്യമുണ്ടായിരുന്നു. എന്തായാലും റിമാൻഡിൽ വാങ്ങിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു പോലീസ്. അതിന്റെ ഭാഗമായി ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയതിന്റെ ഭാഗമായി 7-ാം തീയതി വരെ ഈ ഹരികുമാറിനെ കോടതി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകി. എന്നാൽ ഹരികുമാറിന് ചോദ്യം ചെയ്യാൻ വിധേയനാകാനുള്ള മാനസികാരോഗ്യ നില ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ഒരു കുറിപ്പ് കൂടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായായിരുന്നു ഇന്നലെ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പരിശോധന നടത്താൻ ശ്രമിച്ചത്. എന്നാൽ പോലീസിന് അവിടെ വെല്ലുവിളിയായത് 10 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി നിരീക്ഷിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില എന്താണെന്നുള്ള സാക്ഷ്യപത്രം നൽകാൻ കഴിയൂ എന്നുള്ളത് ഡോക്ടർമാർ നൽകുകയായിരുന്നു. ഇതോടുകൂടി പോലീസ് വിഷയത്തിൽ വലയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തുടർന്നായിരുന്നു കോടതിയിൽ തിരിച്ച് ഏൽപ്പിച്ച് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ ഹരികുമാറിനെ തിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി പോലീസിന്റെ മറ്റൊരു പ്രതീക്ഷ അവിടെ താൽക്കാലികമായി വിരാമം ഇടുകയായിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങുന്ന ഹരികുമാറിനോടൊപ്പം ഈ പറയുന്ന സാമ്പത്തിക കുറ്റത്തിൽ ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ മാതാവിനെ കൂടെ ഇവിടെ എഴുതി കൂടുതൽ ചോദ്യം ചെയ്ത് ഈ പറയുന്ന മരണ കാരണം എന്താണെന്നും കൊലപാതകത്തിലെ പങ്കുകൾ ഉൾപ്പെടെ അന്വേഷിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പോലീസ് എത്തി നിന്നത്. എന്നാൽ തൽക്കാലം ഈ ഒരു സാക്ഷ്യപത്രം കിട്ടിയാൽ മാത്രമേ അടുത്തുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് കഴിയുമെന്നുള്ള നിലപാടാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതേസമയം ഈ റിമാൻഡിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നാണ് അറിയുന്നത്. ശ്രീജ, ശരി. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊന്ന സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് വഴിമുട്ടി നിൽക്കുന്നത്. ഇനി അടുത്തത്